ഇവിടെ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ പഠിച്ച് കേട്ടറിഞ്ഞെടുത്ത് ഇസ്ലാം മതത്തിൽ ഇത്തരം ഉറൂസിൽ ആന എഴുന്നള്ളിപ്പും ഇത്തരം ആഘോഷങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇസ്ലാം മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും നടത്തിയെടുത്ത് ഈ ഹമാസിന്റെ ചിത്രം അവിടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചിത്രം ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഹമാസിനെ നിങ്ങൾ ഇതിന്റെ കൂടെ തീവ്രവാദം എന്ന് പറഞ്ഞപ്പോ തീവ്രവാദമാണെന്നുള്ള അഭിപ്രായം, അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീവ്രവാദമാണെങ്കിൽ അതിനെ അംഗീകരിക്കാം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു തനി ഭീകരവാദ പ്രസ്ഥാനമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. കാരണം അതൊക്കെ ഞാൻ പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു. അവരിവിടെ കുറെ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് എല്ലാവരുടെയും സ്വത്ത് കൈവശപ്പെടുത്തി അവരെ കൊണ്ട് ഇവിടെ കുടിയിരുത്തുന്ന ഏർപ്പാട് അവർ ചെയ്തിട്ടില്ല. അവർ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തി എന്നല്ലാതെ ആരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കവർന്നെടുക്കുകയോ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ സ്വത്ത് പിടിച്ചെടുക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. അവരിവിടെ ഒന്ന് ഭരണം നടത്തി, ഇന്ത്യയുടെ വികസനം നടത്തി, ഈ രാജ്യത്ത് മതേതര ചിന്താഗതിക്ക് കാര്യമായ എല്ലാം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ബ്രിട്ടീഷുകാർ മതപരമായി ഇവിടെ എന്താ പറയുക വിവേചനം അമിതമായി ചെയ്തിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്വത്ത് കവർന്നുകൊണ്ട് അതിനാണ് നമ്മൾ സമരം ചെയ്തത്. അതേ സമയത്ത് ഇസ്രായേൽ എന്താ ചെയ്തത് ഞാൻ പറയട്ടെ. ഇസ്രായേൽ ഞാൻ ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നമ്മുടെ ഇന്ത്യയുടെ ഞാൻ പറയട്ടെ, ഇവിടെ ഇസ്രായേൽ എന്താ ചെയ്തത്? ജൂതന്മാരെ ഓരോ ദിവസം സിയോണിസ്റ്റ് ജൂതന്മാരെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു വിഭാഗം ജൂതന്മാരായ ആളുകൾ അവിടെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. സിയോണിസ്റ്റുകളായ ആളുകളെ അവിടുത്തെ പലസ്തീൻകാർ താമസിക്കുന്ന വീടുകളും കൃഷിസ്ഥലങ്ങളും കയ്യേറാൻ പ്രേരിപ്പിക്കുകയും ഓരോ ദിവസവും സെറ്റിൽമെന്റുകൾ പുതിയത് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഹമാസ് ആണ് പ്രശ്നമെങ്കിൽ എന്തിന് വെസ്റ്റ് ബാങ്കിലെ ഈ സമരത്തിൽ ഒന്നുമില്ലാത്ത ഹമാസിന്റെ ഭാഗമല്ലാത്ത ഫത്താ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊന്നെടുക്കുന്നത് എന്തിനാണ്? അവിടെയും ബോംബിടുന്നുണ്ടല്ലോ, അവിടെ അക്രമം നടത്തുന്നുണ്ടല്ലോ, അവിടെ കുടിയേറ്റം നടത്തുന്നുണ്ടല്ലോ, അവിടെ വീടുകൾ നിർമ്മിക്കുന്നുണ്ടല്ലോ, അവിടെയുള്ള കൃഷിസ്ഥലങ്ങൾ കയ്യേറുന്നുണ്ടല്ലോ. എന്തിനാ ചെയ്യുന്നത്? അപ്പൊ ഇത് ഹമാസ് ചെയ്യുന്നത് ഇസ്രായേൽ എന്ന ഭീകര സംഘടനയുടെ ഒരു ഭീകര രാജ്യത്തിനെതിരായ പോരാട്ടമാണ്. അതിനവർ ആയുധം എടുത്തിരിക്കും. അവർക്ക് മുഖം മൂടാതെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം ആളുകൾ താമസിക്കുന്ന വട്ടത്ത് താമസിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും അവർ കൊന്നൊടുക്കും. ഭയമുണ്ട്, ജീവനിൽ ഭയമുണ്ട്. കൊച്ചു കുട്ടികളെ പോലും നിഷ്കരണം കൊന്നൊടുക്കുന്ന ബോംബിട്ട് കൊല്ലതപ്പോ ട്രംപ് പറഞ്ഞിരിക്കുന്നു എല്ലാം കത്തിച്ചു കളയും, നരകം ഉണ്ടാക്കുന്ന പറഞ്ഞത്. ആ ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കുന്ന പറഞ്ഞത് നടന്നില്ലല്ലോ. ശനിയാഴ്ച കഴിഞ്ഞാൽ എല്ലാം കത്തിക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് ഒരാൾ പറഞ്ഞിരുന്നല്ലോ. ഈ നിമിഷം വരെ ഒന്നും നടന്നില്ലല്ലോ. എത്ര ലോകത്ത് ഏറ്റവും വലിയ ചാരക്കണ്ണുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ബന്ദികൾ 1.5 കൊല്ലമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. പരാജയപ്പെട്ടില്ലേ? ഇപ്പോഴും ഇവരൊക്കെ എവിടുന്ന് വരുന്നു, എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? സാധിച്ചില്ല. ചാരവാക്കി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് നിന്ന് ഈ ആളുകൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. 3-4 ആള്. ആ 4 ആൾക്ക് വേണ്ടി 300-400 ആളുകളെ പരസ്പരം വിട്ടുകൊടുക്കുകയാണ്. നിരപരാധികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളുകൾ അവർ ഇസ്രായേൽ കൊടുത്ത യൂണിഫോം പോലും കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ആ ധീരമായ പോരാട്ടം അവർ നടത്തുന്നു. ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു. എന്താ സംശയം? കാരണം ആ ജനങ്ങളെ വീടുകൾ നശിപ്പിച്ച് അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് അവരെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേല്. നീതിപൂർവം ബിൽ ക്ലിന്റണും അതേപോലെ തന്നെ യാസർ അറഫാത്തും ഒക്കെ തന്നെ ഒപ്പിട്ട ഇഷാഖ് റബീനും ഒക്കെ ചേർന്നുകൊണ്ട് ഒപ്പിട്ട സമാധാന കരാർ നടപ്പിലാക്കാതെ അവിടെ കുഴപ്പമുണ്ടാക്കി അവിടെ സമാധാനം ഒരിക്കലും വരരുതെന്ന് നിർബന്ധമുള്ള ഇസ്രായേല് അവിടെ ഓരോ ദിവസവും കുഴപ്പമുണ്ടാക്കുകയാണ്. പുതിയ സെറ്റിൽമെന്റ് കോളനികൾ സൃഷ്ടിക്കുകയാണ്. ആളുകളെ കൊന്നൊടുക്കുന്നു, ബോംബിടുന്നു, ആക്രമിക്കുന്നു. അതുകൊണ്ടാണ് ഹമാസ് വീണ്ടും പൊങ്ങി വന്നത്. ഫത്താ പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോ ഹമാസ് എന്ന് പറയുന്ന അല്പം കൂടെ തീവ്രവാദ പ്രസ്ഥാനം വന്നു. അത് ആരുടെ കുറ്റമാണ്? സമാധാനത്തിന് തുരങ്കം വെച്ച ഇസ്രായേലിന്റെ കുറ്റമാണ്. ഇത് തീരുന്നില്ല. ഇനി തൃത്താലയില് ഞാൻ പറഞ്ഞു തീർത്തോളാം. തൃത്താലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മതപരമായ വിധി പറയാൻ ഞാനാണ്. പക്ഷേ ഈ ആന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആഘോഷമൊന്നും ഞാൻ പഠിച്ച സ്ഥലത്ത് കണ്ട ഇത് ഇത്തരത്തിലുള്ള ഉറൂസ് അത്തരത്തിലാണ്. ഉറൂസ് എന്ന് ഏതെങ്കിലും മഹാന്മാരായ ആളുകൾ മരിച്ച ദിവസത്തിൽ ആളുകൾ വരുന്നു, ഒന്നിച്ച് പ്രാർത്ഥന, അവരുടെ ശ്രേഷ്ഠത കൊണ്ട്, അവരോടല്ല പ്രാർത്ഥന, അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ഉള്ള പ്രാർത്ഥന ആ സ്ഥലത്ത് വന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥന നടത്തുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമിക ചര്യ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പഠിച്ചു വെച്ചതും. ഞാൻ അതിന്റെ വക്താവായിട്ട് സംസാരിക്കാനോ അതൊന്നും എനിക്കറിയില്ല. കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. ഞാൻ അതിന്റെ പൊളിറ്റിക്കലായി എനിക്ക് അറിയാവുന്ന കാര്യം പങ്കുവെച്ചതാണ്. അതിനപ്പുറം ചെയ്ത കാര്യത്തിന്റെ കൂടെ ഏതെങ്കിലും
നെടുമണ്ണൂർ LP സ്കൂളിൽ അന്ന് പോലീസ് എത്ര പെട്ടെന്ന് ഇടപെട്ടത്, ആ മാനേജറെ പിടിച്ചോണ്ട് പോയി. അത് പറയാം, പറയാം. മന്ത്രി പങ്കെടുത്ത ചടങ്ങ്, MLA പങ്കെടുത്ത ചടങ്ങ്. അനിൽ നമ്പ്യാരെ ചോദ്യം മനസ്സിലായി. അത് ഒന്ന് എയ്ഡഡ് സ്കൂളാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ മതപരമായ ചടങ്ങ് നടത്തിയപ്പോൾ ആളുകൾ സമരം ചെയ്തപ്പോൾ പലതും കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ സർക്കാരിന്റെ പറയട്ടെ ഞാൻ ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ വാർത്തയിൽ എന്ന് പറഞ്ഞത്. ജനറ്റിയ കേന്ദ്രത്തിന്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ച് സംസ്ഥാനം, അപ്പൊ അത് പൊളിച്ചാൽ കേന്ദ്രത്തിന് നഷ്ടം, നിങ്ങൾ പൊളിക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടം പൊളിക്കണമെന്നാണ് പറയുന്നത്. കെട്ടിടം പൊളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മതപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി വേണം. അതിന് ആരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് അവർക്കെതിരെ നടപടി വേണം. അനങ്ങാത്തത് വേണം, കൗൺസിലർക്കെതിരെ നടപടി വേണം. അവിടെ പോയിട്ട് ഈ ചടങ്ങ് നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണം. ആരെതിരെ ഞാനത് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് ഒരിക്കലും പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ പോലീസല്ലേ? അല്ല, പോലീസ് നടപടി എടുക്കണം. നിങ്ങളുടെ പോലീസല്ലേ? അവിടെ ഇത്തരത്തിലൊരു മതചടങ്ങ് അല്ല, സമയാവുന്നല്ലോ, നടപടി എടുക്കട്ടെ. ഞാൻ എന്റെ നിലപാട് ഞാൻ പറയുന്നു, ഞാൻ എന്റെ പൊളിറ്റിക്കൽ നിലപാട് പറയുന്നു. ഒരു സർക്കാർ കെട്ടിടത്തിൽ മതപരമായ പ്രാർത്ഥനയും ചടങ്ങും ചെയ്തത് അത്യധികം അപലപനീയമാണ്, അംഗീകരിക്കാൻ കഴിയില്ല, തെറ്റാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, ചെയ്തത് വലിയ തെറ്റാണ്. ആ കൗൺസിലർക്കെതിരെ നടപടി എടുക്കണം. ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അതൊരു മതേതര രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അത് വളരെ വ്യക്തമാണല്ലോ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെന്റ് അത് നേരത്തെ പറഞ്ഞു. വിളക്കിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാടുണ്ട്. അത് നമ്മുടെ ഇസ്ലാം മതം പറയുന്നത് ഓരോ പ്രവർത്തനവും ഞാൻ പഠിച്ചു വെച്ചതായിട്ട് പറയുന്നത്. ഓരോരുത്തരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം അതിനനുസരിച്ചാണ്. ഞാൻ പലപ്പോഴും വിളക്ക് കത്തിക്കാറുണ്ട്. അതെന്തുകൊണ്ട്? ഒരു പ്രകാശം വന്നുകൊണ്ട്, ഇരുട്ടിൽ ഒരു വെളിച്ചം കത്തിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ കത്തിക്കാറുണ്ട്. എനിക്ക് യാതൊരു തടസ്സമില്ല പറയുന്നതിന്. ഞാൻ കത്തിക്കാൻ അടുത്ത ദിവസം ഒരു ചടങ്ങിൽ ഞാൻ കത്തിച്ചിട്ടുണ്ട്. അതിനൊന്നും എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. ഇവിടെ എന്താ പ്രശ്നം? സന്യാസിമാർ ഏതാണ്ട്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നു, പിന്നെ നാളെ ആ വിവാദം ഉണ്ടാക്കും. ഏതായാലും സന്യാസിമാർ വന്ന രീതി നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നത്, അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ, മുഖ്യമന്ത്രി വന്നിരിക്കുന്ന മീറ്റിംഗിൽ ഇത്തരം സന്യാസിമാർ വന്നുകൊണ്ട് അത്തരം ചടങ്ങുകൾ നടത്തുന്നത് തെറ്റാണ്. അതും തെറ്റാണ്. ആ തെറ്റ് കണ്ട് മറ്റൊരാൾ മറ്റൊരു തെറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ട്, അത് വലിയ അപലപനീയമാണ്. ഇതൊന്നും ശരിയല്ല. മതത്തിൽ ഇവിടെ ഒന്നും ഒരു റോളും ഇല്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ മതത്തിന്റെ പണിയും രാഷ്ട്രീയ പാർട്ടികളുടെ പണിയും എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഒന്നായ താങ്കളിപ്പോ ഓക്കെ അത് പാടില്ല എന്ന് പറയുന്നു. നോക്കൂ, പക്ഷേ ഇവിടെ ഒരു മതം എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും നടപടി ഉണ്ടാവുന്നില്ല സാർ. അവിടെയാണ് എനിക്ക് താങ്കളോട് വിയോജിപ്പ്. ഇത് തിരിച്ചാണെങ്കിൽ ഇവിടെ ഒന്നും അല്ല. ഇവിടെ ഇപ്പൊ ഡൽഹിയിൽ പാർലമെന്റ് ചെയ്തതും ഈ ആലപ്പുഴയിലെ കായംകുളത്ത് മുനിസിപ്പാലിറ്റി ചെയ്തതും ഒരു മതമല്ലല്ലോ. ഹിന്ദു മതം മുസ്ലിം മതം അല്ലല്ലോ തെറ്റ് ചെയ്തത്. അതിന്റെ ചില വക്താക്കൾ എന്ന് പറയുന്ന ആളുകളാണ് തെറ്റ് ചെയ്തത്. ഭരണപക്ഷത്തിരിക്കുന്നവർ, മന്ത്രിയാവട്ടെ, MLA ആവട്ടെ, കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ആവട്ടെ, ആരും ഇതിൽ പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ സാർ? അല്ല, മതത്തിന്റെ വക്താക്കളായതുകൊണ്ടല്ലേ? കേരളത്തിൽ കാണുന്ന സ്ഥിതിവിശേഷം അല്ലേ ഇത്? അല്ലാതെ പറയാൻ പറ്റുമോ സലീം? അല്ല, അനിൽ നമ്പ്യാരെ, ഡൽഹിയിൽ മതത്തെ ചൂഷണം ചെയ്ത് മുതലെടുപ്പ് നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കായംകുളത്ത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ കൗൺസിലറാണ് ശ്രമിച്ചത്. ഇത് രണ്ടും വലിയ ആള് ചെയ്തത് ശരിയും ചെറിയ ആള് ചെയ്ത് തെറ്റാണ്. രണ്ടും തെറ്റാണ്. അത് മുസ്ലിം ലീഗിന്റെ മാത്രം പെരടിക്ക് കൊണ്ടുപോയി കിട്ടേണ്ട ആവശ്യമില്ല. അത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് എന്ന് ഒരുപക്ഷെ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ ഇത് എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് പറയാൻ പറ്റില്ലല്ലോ.